പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മണി കാരണമാണ് ഇപ്പോൾ അലികയുടെ കാര്യത്തിൽ ഒരു പോസിറ്റീവായ തീരുമാനം ലഭിച്ചത് എന്നുള്ള കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ് ഓഫീസിലെ ആളുകൾ. മാത്രവുമല്ല, ഇതോടെ കാര്യങ്ങൾ അറിയുന്ന കൃഷിന് വളരെയധികം സന്തോഷം ആവുകയും ചെയ്യുന്നു. ഇതേ തുടർന്ന് കൃഷ് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകിയിരിക്കുകയാണ് കൺമണിക്ക്. അപ്രതീക്ഷിതമായ ഈ സംഭവം കൺമണിയെ ആകെ ഞെട്ടിച്ചു കളയുന്നു. മാത്രവുമല്ല, ഇതേ തുടർന്ന് കൺമണിയെ തനിക്ക് ഇഷ്ടമാണ് എന്നുള്ള കാര്യവും ഐ ലവ് യു എന്ന് പറയുകയും ചെയ്യുന്നു. ഈ സംഭവം അറിയാനിടയായതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും ഈ ഇൻസിഡന്റ് കാണാൻ ഇടയാവുകയും ചെയ്യുന്നു. ഇതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയോ എന്ന് ആലോചിക്കുകയാണ് മാനസ. ഇതോടെ മാനസ തൻ്റെ ജീവിതം തകരുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുന്നു. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല മുന്നിലേക്ക് പോകുന്നത്. എന്തെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ചെയ്തേ മതിയാകൂ എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന മാനസ ഇതേ തുടർന്ന് ആൻറ്റിയെ ചെന്ന് കണ്ടിരിക്കുകയാണ്. ആൻറ്റിയോട് എന്താണ് ഇനി ചെയ്യുക എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. എല്ലാ ക്രെഡിറ്റും അവൾ തട്ടിയെടുത്ത് മുന്നിലേക്ക് പോവുകയാണല്ലോ, അത് നല്ലതിനല്ല എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ വിചാരിച്ചതുപോലെ അല്ല പോകുന്നത്. കൃഷ് ഇപ്പോൾ അവളുടെ അടുത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യത്തിൽ എനിക്കും യാതൊരു സംശയവും ഇല്ല. ഇത് കേട്ടതിനെ തുടർന്ന് എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. കാര്യങ്ങൾ അങ്ങനെ വിട്ടുകളയാൻ ഞാൻ തയ്യാറല്ല. എനിക്ക് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കൃഷിനെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ചെയ്തേ മതിയാകൂ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ താൻ സഹായിക്കാം എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്ന ആൻറ്റിയമ്മ കൃഷിനെ ചെന്ന് കണ്ട് കൃഷിനെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. കൃഷ്, വരൂ, കൃപയുടെ മുന്നിൽ വെച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. ഇതേ തുടർന്ന് എല്ലാവർക്കും ഇപ്പോൾ വളരെയധികം സന്തോഷം ഉണ്ടായ ഒരു നിമിഷമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സമയത്തിൽ എനിക്ക് മറ്റൊരു കാര്യം കൂടി എല്ലാവരോടും അറിയിക്കാനുണ്ട്. സാഗറും സുജയും ഇത് കേട്ടതിനെ തുടർന്ന് എന്താണ് ആൻറ്റിയമ്മയ്ക്ക് പറയാനുള്ളത് എന്ന് ചോദിക്കുന്നു. ഇതോടെ ആൻറ്റിയമ്മ കാര്യങ്ങൾ പറയാൻ മുന്നിലേക്ക് വരികയാണ്. എനിക്ക് പറയാനുള്ളത് മറ്റൊന്നുമല്ല, ഇനി കൃഷിൻ്റെയും അതുപോലെ തന്നെ മാനസയുടെയും വിവാഹം അത് മാത്രമാണ് നടക്കാനുള്ളത്. ഈ സന്തോഷ വേളയിൽ നമുക്ക് അതുകൂടി നടത്തി കൊടുക്കുകയല്ലേ വേണ്ടത്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് സാഗറും അതുപോലെ തന്നെ സുജയും അത് നല്ലൊരു തീരുമാനം ആണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല, ഞാൻ ആ കാര്യത്തിൽ വളരെയധികം സന്തോഷിക്കുന്നുമുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നു. നല്ലൊരു അവസരമാണിത്, നമ്മൾ അത് കൃത്യമായി ഉപയോഗിക്കുക തന്നെ വേണം എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് കാര്യങ്ങൾ പുതിയൊരു വഴിയിലേക്ക് പോവുകയാണ്. ഇതോടെ കൃഷിന് അത് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറയാൻ സാധിക്കാത്ത അവസ്ഥ വന്നെത്തിയതിനെ തുടർന്ന് കൺമണിയുടെ കണ്ണു നിറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് തൻ്റെ പ്രണയമാണ് ഇവിടെ നഷ്ടപ്പെടാൻ പോകുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് അവൾ. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാകുന്നു. കാര്യങ്ങൾ വിചാരിച്ചത് പോലെയല്ല മുന്നോട്ട് പോകുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്തതിനെ തുടർന്ന് ഒന്നും മിണ്ടാതെ കൺമണി അവിടെ നിന്ന് പോയിരിക്കുകയാണ്. കൺമണിയുടെ വിഷമം ഇതേ സമയം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് കൃഷ് കൺമണിയെ ചെന്ന് കണ്ട് സംസാരിക്കണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയാണ്. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് ചെന്ന് കണ്ടിരിക്കുകയാണ് ഇപ്പോൾ കൺമണിയെ കൃഷ്. കൺമണിയാകട്ടെ തൻ്റെ വിഷമം മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാൻ തയ്യാറായി മുന്നിലേക്ക് വരികയാണ്. ഇതിൻ്റെ ഭാഗമായി ഇതേ തുടർന്ന് കൺമണിയോട്
കൺമണി യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് തുറന്ന് പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് പോകുന്ന ക്രിഷ് കാര്യങ്ങളെല്ലാം സോൾവ് ചെയ്യാൻ നമുക്ക് സാധിക്കും എന്ന് അറിയിക്കുകയും ചെയ്യുന്നു. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് കൺമണി കൂടുതലൊന്നും എനിക്ക് സംസാരിക്കാനില്ല എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ്. ഇതോടെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യം ബാക്കിയാവുകയാണ്. ക്രിഷ് കാര്യങ്ങൾ ഇനി എങ്ങനെയാണ് മുന്നിലേക്ക് കൊണ്ടുപോവുക എന്ന് ആലോചിക്കുകയും എന്തൊക്കെ സംഭവിച്ചാലും തൻ്റെ വീട്ടുകാരോട് ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാൻ ഉറപ്പിച്ച് മുന്നിലേക്ക് വരികയും ചെയ്തിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം ഇതേ തുടർന്ന് സാഗറിനോട് ചെന്ന് പറയുന്നതിനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് ഇപ്പോൾ ക്രിഷ്. എന്നാൽ കൺമണിയാകട്ടെ സാറിന് നല്ലൊരു ജീവിതം ഉണ്ടായാൽ മാത്രം മതി എന്ന് അറിയിക്കുകയും മറ്റൊരു വിഷമവും തനിക്കില്ല എന്ന് പറയുകയും ചെയ്യുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ അല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരുന്ന ക്രിഷ് എനിക്ക് എൻ്റെതായ തീരുമാനം ഉണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് മാനസയ്ക്ക് തിരിച്ചടി നൽകിയിരിക്കുകയാണ്. അപ്രതീക്ഷിതമായ ഈ സംഭവം മാനസയുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുകയും ചെയ്യുന്നു. ഇതിനിടയിലാണ് ബലരാമൻ അലികയുടെ ഉയർച്ചയെ പറ്റി അറിഞ്ഞതിനെ തുടർന്ന് ആകെ തകർന്നു പോകുന്നത്. സുമിത്ര ഇതേ സമയം കാണുന്നതിനായി മുന്നിലേക്ക് വരികയും നീ എന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നും നാണമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുകയാണ് ബലരാമൻ്റെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.